പ്രവാസ ലോകത്തെ വാർത്തകൾ. തുർക്കി, പാകിസ്ഥാൻ, സൗദി സംയുക്ത പ്രതിരോധ സഖ്യത്തിൽ ഈജിപ്തും ചേർന്നേക്കുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദാൻ. ഈ പുതിയ പ്രതിരോധ സഖ്യം ഇറാനെയോ മറ്റേതെങ്കിലും പ്രത്യേക രാജ്യത്തെയോ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും ഹഗൻ ഫിദാൻ. തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ പ്രതിരോധ സഖ്യത്തിൽ ഈജിപ്തും ചേർന്നേക്കുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹഗൻ ഫിദാൻ. 3 സ്ഥാപക അംഗങ്ങളിൽ മാത്രമായി സഖ്യം ഒതുങ്ങി നിൽക്കാൻ തുർക്കി ആഗ്രഹിക്കുന്നില്ലെന്നും ചില സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങുന്നതോടെ ഈജിപ്തും ഈ പ്രതിരോധ സഖ്യത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മക്ക സംയുക്ത പ്രതിരോധ കരാർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉടമ്പടിയിൽ വെള്ളിയാഴ്ചയാണ് 3 രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഈ സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സായുധ ആക്രമണം സഖ്യത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടുമെന്നും പുതിയ പ്രതിരോധ സഖ്യം ഇറാനെയോ മറ്റേതെങ്കിലും പ്രത്യേക രാജ്യത്തെയോ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ലെന്നും ഫിദാൻ വ്യക്തമാക്കി. 2 വർഷവും 8 മാസവുമായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ കരാർ യാഥാർത്ഥ്യമായത്. സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സൗദി അറേബ്യ ആസ്ഥാനമായി ഒരു ജനറൽ സെക്രട്ടേറിയറ്റും നാറ്റോ മാതൃകയിലുള്ള ഒരു മന്ത്രിതല സമിതിയും രൂപീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സമുദ്ര പരിസ്ഥിതി നിരീക്ഷണം ശക്തമാക്കാൻ ഖത്തർ സ്മാർട്ട് ഒബ്സർവർ ബോട്ട് അവതരിപ്പിച്ചു. വിവരശേഖരണത്തിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബോട്ടാണ് ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുറത്തിറക്കിയത്. പരമ്പരാഗത സംവിധാനങ്ങളിൽ നിന്ന് സ്മാർട്ട് ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് പരിസ്ഥിതി നിരീക്ഷണം മാറ്റുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. പരമ്പരാഗത രീതികളെ അപേക്ഷിച്ച് കടലിൽ നിന്നുള്ള യഥാസമയ വിവരങ്ങൾ കൃത്യമായി ലഭ്യമാക്കാൻ സഹായിക്കുന്ന സംവിധാനത്തിനാണ് മന്ത്രാലയം തുടക്കം കുറിച്ചത്. ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരസുരക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അതിവേഗത്തിൽ അധികൃതർക്ക് കൈക്കൊള്ളാനാകും. സെൻസറുകൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബോട്ട് പ്രവർത്തിക്കുക. വിവിധ കാലാവസ്ഥകളിൽ 7 മണിക്കൂർ വരെ തുടർച്ചയായി പ്രവർത്തിപ്പിക്കാനാകും. രാജ്യത്തിന്റെ സമുദ്ര ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനും വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗം ഉറപ്പാക്കുന്നതിനും സ്മാർട്ട് ഒബ്സർവർ വലിയ സംഭാവന നൽകുമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ നബിദിനം പ്രമാണിച്ച് UAE-യിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയാണ് UAE-യിൽ പൊതു അവധി. നബിദിനം പ്രമാണിച്ച് UAE-യിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയാണ് UAE-യിൽ പൊതു അവധി. ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയ്ക്കും ശമ്പളത്തോടു കൂടിയ അവധി ബാധകമായിരിക്കുമെന്ന് UAE ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു. വെള്ളിയാഴ്ച അവധി ലഭിക്കുന്നതോടെ ശനി, ഞായർ ദിവസങ്ങളിൽ വാരാന്ത്യ അവധി ലഭിക്കുന്ന ഫെഡറൽ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും തുടർച്ചയായ 3 ദിവസത്തെ നീണ്ട അവധി ലഭിക്കും. ഓഗസ്റ്റ് 28 വെള്ളി മുതൽ ഓഗസ്റ്റ് 30 ഞായർ വരെയായിരിക്കും അവധി. ഓഗസ്റ്റ് 31 തിങ്കളാഴ്ചയായിരിക്കും ജീവനക്കാർ ഓഫീസുകളിൽ തിരിച്ചെത്തുക. ഇസ്ലാമിക് ഹിജ്റ കലണ്ടറിലെ 3ാമത്തെ മാസമായ റബീഉൽ അവ്വൽ 12-നാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.